എന്റെ പൊന്നു കാജു ഇങ്ങനെ കിടന്ന് കാജയല്ലേ, അയാൾക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ലല്ലോ. എടി ഞാൻ അന്ത്രതി കാണിച്ച് പോയി ഇടിച്ചത്. നീയൊന്നല്ല, ആള് തെക്കോട്ട് നോക്കി നമ്മുടെ വണ്ടിയുടെ മുന്നിൽ ചാടി നമ്മൾ എന്ത് ചെയ്യാനാ? നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നു. ഇടത് കൈക്ക് മൈനൽ ലിഗമെന്റ് ഉണ്ട്. ക്രേപ്പ് ബാൻഡേജ് ഇട്ടാൽ മതി. ആള് കോൺഷ്യസ് അല്ല, തലയിടിച്ച് വീണതുകൊണ്ടാവാം. എനിവേ ഒബ്സർവേഷനിലാണ്. 24 hours കഴിയട്ടെ, നമുക്ക് നോക്കാം. ആളിപ്പം കോൺഷ്യസ് ആണ്, ബട്ട് ഒന്നും സംസാരിക്കുന്നില്ല. പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വഴിക്ക് എന്തെങ്കിലും സംസാരിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? ഇല്ല. ചില ഹെഡ് ഇഞ്ചുറികൾക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ബാക്ക് ടു നോർമൽ ആകാൻ കുറച്ച് ദിവസം എടുത്തേക്കാം. അത്രയും നാൾ പേഷ്യൻറ്റിന് പ്രോപ്പർ റെസ്റ്റ് വേണം. നിങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസിൽ ഇൻഫോം ചെയ്തോളൂ. ഒരു 1 week ആൾ റെസ്റ്റ് എടുക്കട്ടെ. ടെൻഷൻ ആകണ്ട, ഹി വിൽ ബി ഫൈൻ. ഇടിച്ചിട്ടിട്ട് ഇപ്പോഴാന്നോന്ന് പറയുന്നേ? സാർ ഞാനേ ഇടിച്ചിട്ടത്. ആ, പരിചയപ്പെട്ടതിൽ സന്തോഷം. സാർ, ഞങ്ങളിനി എന്താ ചെയ്യണ്ടേ? തൽക്കാലം ആ വണ്ടിയുടെ ബുക്കും പേപ്പറും ഇടിച്ച ആളുടെ ലൈസൻസും അവിടെ കൊടുത്തിട്ട് വയ്ക്കും. അല്ല സാർ, അയാള് എന്തെങ്കിലും ലീഡ്സ് കിട്ടുമോ നോക്കാം. അതുവരെ നമുക്ക് ഗവൺമെന്റ് കെയർ ഹോമിലാക്കാം. സാറേ, ഞങ്ങളിനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? നിങ്ങൾ ആ കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്ക്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിപ്പിക്കാം. ഹലോ. ഹലോ, സാന്ദ്രയല്ലേ? തമ്മൻ സ്റ്റേഷനിൽ നിന്നാണ്. നിങ്ങൾ രാവിലെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയ ആളില്ലേ, അയാൾ കെയർ ഹോമിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. എന്താടി എസ് സി സാർ നിങ്ങളോട് വരാൻ പറഞ്ഞു.